മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയെക്കുറിച്ച് ഓഹരി നിക്ഷേപകരുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് മറുപടി നൽകുന്നു. ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓരോ ഡൗൺ സൈഡ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ പ്രധാന റീസൺ ഗ്ലോബലി അതല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി തന്നെ എല്ലാം തന്നെ നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ സർക്കോസിയുടെ പരാജയം യൂറോയുടെ സ്റ്റാൻഡിംഗ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ എടുത്ത പല തീരുമാനങ്ങളും നിലനിൽക്കുമോ എന്നുള്ള സംശയം വീണ്ടും ഉയരുന്നു. ഇതൊക്കെ തന്നെ ഗ്ലോബലി വന്ന നെഗറ്റീവ് ന്യൂസുകളായിരുന്നു. അതുപോലെ US ജോബ് ഡാറ്റ വളരെ മോശമായി. ഇതൊക്കെ തന്നെ വീണ്ടും ഒരു ക്രൈസിസിലേക്ക് ഗ്ലോബലി ഇക്കണോമിക് സിറ്റുവേഷൻ മാറുന്നു എന്നൊരു സംശയം ഉടലെടുത്തു. അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഉണ്ടായില്ല. ഫ്രൈഡേ പുറത്തു വന്ന IIP ഡാറ്റ മാർക്കറ്റ് 1.5 പ്രതീക്ഷിച്ചെടുത്ത് -3.5ലേക്ക് പോയി. അത് വളരെ നെഗറ്റീവായി മാർക്കറ്റ് കണ്ടു. ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ റിയാക്ഷൻ ഉണ്ടായെങ്കിലും ക്ലോസിങ്ങോടുകൂടി മാർക്കറ്റ് ചെറിയ രീതിയിലെങ്കിലും തിരിച്ചു വരുന്നു നമ്മൾ കണ്ടു. ഇവിടെ പ്രധാനമായിട്ടും FI ഡ്രിവൺ ഒരു മാർക്കറ്റാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ ഇപ്പോൾ സജീവമല്ല. അവർ സെല്ലിംഗ് സൈഡിലേക്ക് മൂവ് ചെയ്തു. അതാണ് പ്രധാനമായിട്ടും ഈ മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകാനുള്ള ഒരു കാരണം. അതിൻ്റെ പ്രധാന റീസൺ പോലും ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷൻ മോശമായി കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷൻ മോശം ഷേപ്പിലാണ് മൂവ് ചെയ്യുന്നത്. കഴിഞ്ഞ ഫ്രൈഡേ മാർക്കറ്റ് വീണ്ടും 5000 ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു അവസരത്തിൽ 4988 ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. അത് ആ സമയത്താണ് ഗാറിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഗവൺമെൻറ് കൊണ്ടുവന്നു. ഗാർ 2013ലേക്ക് പോസ്റ്റ്പോണ്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് മാർക്കറ്റ് അത് പോസിറ്റീവായിട്ട് അതിനോട് റിയാക്ട് ചെയ്തു. മാർക്കറ്റ് വളരെ ശക്തമായിട്ട് തിരിച്ചു വരും നമ്മൾ കണ്ടു. 5124 ലെവലിലേക്ക് മാർക്കറ്റ് ഒരു ഷാർപ്പ് റിക്കവറി മാർക്കറ്റിൽ നമ്മൾ കണ്ടു. എല്ലാ സ്റ്റോക്കുകളും എസ്പെഷ്യലി ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെയധികം ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. അവിടെ നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി മാർക്കറ്റിൽ ഉണ്ടായി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പലപ്പോഴും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യിക്കുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. എന്നാൽ ഈ റീസെൻ്റായിട്ട് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈയിങ് സ്ട്രെങ്ത് കുറയുന്നു. അതിൻ്റെ പ്രധാന റീസൺ ഈ 4th ക്വാർട്ടർ റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിഞ്ഞില്ല. ലാസ്റ്റ് 3rd ക്വാർട്ടറോട് കൂടിയായിരുന്നു. 3rd ക്വാർട്ടർ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തു. അതോടുകൂടി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ബൈയിങ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തി. അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരുന്നു 4500 ലെവലിൽ നിന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഒരു പുൾ ബാക്ക് ലഭിച്ച് 5650 എന്ന് പറയുന്ന ഒരു ലെവൽ വരെ മൂവ് ചെയ്തിരുന്നു. അതിനുശേഷം ഗാർ പോലെയുള്ള ഇഷ്യൂ വന്നു. FIs വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. ആ സമയത്ത് മാർക്കറ്റ് വാച്ചും ഒരു സെല്ലിംഗ് റെക്കമെൻഡേഷൻസ് കൊടുത്തിരുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഒരു ബൈയിങ് ലെവൽ 5050 to 5200 ഒരു സേഫർ ഇൻവെസ്റ്റ്മെൻറ്റ് സോണാണെന്ന് പറഞ്ഞിരുന്നു. ഈ 5050 ബ്രേക്ക് ചെയ്തതോടുകൂടി വീണ്ടും മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അത് പ്രധാനമായിട്ടും ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ തന്നെയായിരുന്നു. ആ ഒരു ന്യൂസ് മൺഡേ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ വീണ്ടും FIs ഒരു ബൈയിങ് സൈഡിലേക്ക് മൂവ് ചെയ്തില്ല എങ്കിൽ വീണ്ടും മാർക്കറ്റ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനിലാണ്. ഇപ്പോഴത്തെ നിലയിൽ എന്ത് സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. ഇതിൽ പ്രധാനമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ 2 രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള കണ്ടിന്യൂസ് ബൈയിങ് സൈഡിൽ നിൽക്കുക. 2-3 സ്റ്റേജായിട്ട് വാല്യുവേഷൻ ലോവർ ലെവലിലേക്ക് വരും തോറും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത് 5050 to 5200 എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവൽ എൻട്രി എന്ന് പറയുന്നത്. ആ ഒരു ലെവൽ എൻട്രി ചെയ്ത നിക്ഷേപകർ സെക്കൻഡ് ലെവൽ എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 4820 to 4900 എന്ന് പറയുന്നത് സെക്കൻഡ് ലെവൽ എൻട്രി ലെവലാണ്. അപ്പോൾ ഫസ്റ്റ് ലെവൽ 5050 കൂടിയുള്ള ഒരു ഫസ്റ്റ് ലെവൽ എൻട്രി, ആ ഒരു ലെവൽ എൻട്രി ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെവൽ എൻട്രി എന്ന് പറയുന്നത് 4820 to 4900. ഈ ഒരു ലെവൽ സെക്കൻഡ് ലെവൽ എൻട്രി കിട്ടുന്നതോടുകൂടി വീണ്ടും മാർക്കറ്റിൽ നമുക്കൊരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. കാരണം മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് ലഭിക്കും. അത് ചിലപ്പോൾ 5050 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് 5050 to 5100 എന്ന് പറയുന്ന ലെവൽ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു ലെവലായിട്ട് തന്നെ കാണുക. അപ്പോൾ ടെക്നിക്കലി ഫസ്റ്റ് ലെവൽ എൻട്രി നടത്തിയ നിക്ഷേപകർ വീണ്ടും സെക്കൻഡ് ലെവൽ എൻട്രി നടത്തുക, ദെൻ ആവറേജ് ചെയ്യുക, ദെൻ അടുത്തൊരു പുൾ ബാക്ക് വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറുക എന്നുള്ള സ്ട്രാറ്റജിയാണ് പലപ്പോഴും നല്ലത്. അതാണ് സ്റ്റേ ഇൻവെസ്റ്റഡ്, 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഇപ്പോൾ നമ്മൾക്ക് ഫ്രഞ്ച് ഇലക്ഷൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഗാറിനെക്കുറിച്ച് ഗവൺമെൻറ് എന്ത് ഡിസിഷൻ എടുക്കും എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ പ്രഡിക്ഷൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വാല്യുവേഷൻ ലോവർ ലെവലിലേക്ക് വരും തോറും ഒരു ബൈയിങ് സൈഡിൽ നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. പല ബാങ്കിങ് സ്റ്റോക്കുകളും
ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളൊക്കെ തന്നെ വളരെ ഫെയർ വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ബൈയിങ് സൈഡിൽ തന്നെ നിൽക്കുക. ദെൻ ഒരു സെല്ലിംഗ് സൈഡ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബൈയിങ് സൈഡിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്ന സ്റ്റേജും, രണ്ടാമത്തെ സ്റ്റേജാണ് 5400 5600 എന്ന് പറയുന്ന മാർക്കറ്റ് വാച്ച് തന്നെ പറഞ്ഞ ഒരു സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ എന്ന് പറയുന്നത്. അത് 2 or 3 സ്റ്റേജായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ. ഈ രീതിയിലാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മേടിച്ച സ്റ്റോക്ക് വീണ്ടും ലോവർ ലെവലിലേക്ക് പോകുന്തോറും നമ്മൾ പാനിക് ആകേണ്ട ആവശ്യമില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വാല്യുവേഷൻ ഫെയർ ആകുന്ന സമയത്ത് ആ സ്റ്റോക്ക് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. പല സ്റ്റോക്കുകളും വളരെയധികം ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും മാർക്കറ്റ് ഈ ഒരു ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള പ്രധാന റീസൺ ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷനിലുണ്ടായ പെട്ടെന്നുണ്ടായ ചേഞ്ചസും ഇന്ത്യൻ ഇക്കണോമിക് സിറ്റുവേഷനിലുണ്ടായ ചേഞ്ചസും തന്നെയാണ്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് അല്ല. ഈ റീസൺ കൊണ്ടാണ് മാർക്കറ്റ് വീണ്ടും ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂയിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ 4800 ബിലോ ഞാൻ 2-3 എപ്പിസോഡ് മുമ്പ് 3 മാസം മുമ്പ് പറഞ്ഞതുപോലെ 4800 ബിലോ മാർക്കറ്റ് പോകുന്തോറും വളരെ ഡിസ്കൗണ്ട് വാല്യൂ ആയിട്ടൊരു കൺസിഡറേഷൻ വരും. അതൊരു അഗ്രസീവ് ബൈയിങ് നടത്തേണ്ട സമയമാണ്. അപ്പോൾ 4800 to 5000 എന്ന് പറയുന്ന ഒരു റിയൽ വാല്യൂ ഏരിയ തന്നെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് തിരഞ്ഞെടുത്ത നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് വീക്ക് മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോഴും പെർഫോം ചെയ്യുന്ന 2-3 സ്റ്റോക്കുകളുണ്ട്. അതിൽ പ്രധാനമായിട്ടും BPCL ആണ്. BPCL പ്രധാനമായിട്ടും ഒരു ഹയർ ലെവലിൽ 5% അടുത്ത് ബെറ്റർ ആയിരുന്നു. ഇതിൻ്റെ പ്രധാന റീസൺ ഒന്ന് ക്രൂഡ് ഓയിൽ പ്രൈസ് ലോവർ ലെവലിലേക്ക് വന്നു. അതിൻ്റെ ഒരു റീസൺ പോലും യൂറോപ്പിൽ നിന്നുള്ള ചില നെഗറ്റീവ് ന്യൂസ്, ഇലക്ഷൻ, അതുപോലെ തന്നെ ജോബ് ക്ലെയിം വളരെ മോശമായിരുന്നു US-ൽ നിന്ന്. ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു ക്രൂഡ് ഓയിൽ നമ്മൾ കണ്ടത്. ക്രൂഡ് ഓയിൽ ലോവർ ലെവലിലേക്ക് പോയതുകൊണ്ടാണ് BPSL കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. ദെൻ IDFC ആണ്. IDFC 3% അടുത്ത് ബെറ്റർ ആയിരുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് അനൗൺസ് ചെയ്തു. മാർക്കറ്റ് പ്രതീക്ഷിച്ചതിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു അനൗൺസ് ചെയ്ത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് സ്റ്റോക്കിൽ കണ്ടത്. അതിൽ ഡൂയിഷ് ബാങ്ക് അതിൻ്റെ ബൈ റെക്കമെൻഡേഷൻസ് കൊടുത്തു. ഇതൊക്കെ ഒരു പോസിറ്റീവ് അപ്ഗ്രേഡ് ചെയ്തു. ഇവരുടെ റെക്കമെൻഡേഷൻസ് അപ്ഗ്രേഡ് ചെയ്തു ഡൂയിഷ് ബാങ്ക്. അതൊക്കെ ഒരു പോസിറ്റീവായിരുന്നു. ദെൻ DLF ആണ്. ചെറിയ ടാക്സേഷനിലുണ്ടായ ചില റിലാക്സേഷൻസ് DLFന് കുറച്ച് പോസിറ്റീവായി 1% അടുത്ത് ബെറ്റർ ആയിരുന്നു. അതേസമയത്ത് ഹീറോ മോട്ടോഴ്സ് ആണ് വീണ്ടും ലോവർ ലെവലിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടത്. 15% അടുത്ത് ലോവർ ലെവലിലേക്ക് പോയി. പ്രധാനമായിട്ടും ഇതിൻ്റെ റിസൾട്ട് വളരെ മോശമായിരുന്നു. അതുപോലെ 2 വീലർ സെഗ്മെൻറ്റിൽ കടുത്ത മത്സരം വരാനുള്ള സാധ്യത ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരുന്നു ഹീറോ മോട്ടോഴ്സ് വീണ്ടും ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തത്. അതുപോലെ JP അസോസിയേറ്റ്സ്, ഹിമാചൽ ഹൈക്കോർട്ട് ഒരു 100 crore ഇവർക്ക് ഫൈൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് അവരൊരു 62 മെഗാവാട്ട് പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തു. ഇത് രണ്ടും വളരെ നെഗറ്റീവായിട്ട് ഈ സ്റ്റോക്കിൽ റിഫ്ലക്റ്റ് ചെയ്തു. JP അസോസിയേറ്റ്സ് വീണ്ടും ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തു. ദെൻ ബാങ്ക് ഓഫ് ബറോഡയാണ്. വളരെ മോശം റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ലോവർ ലെവലിലേക്ക് പോയത്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ കുറച്ചൊരു ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബറോഡ. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് റിസൾട്ട് പോസിറ്റീവായിരുന്നു. ബാങ്കിങ് സെക്ടർ എല്ലാം തന്നെ ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്ത് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ സ്റ്റോക്കിലും കണ്ടത്. ഒരു മേജർ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ഒരു ഹ്യൂജ് സെല്ലിംഗ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ ഒരു വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് ആക്സിസ് ബാങ്ക് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിസ് ബാങ്കും ബാങ്ക് ഓഫ് ബറോഡ വാല്യുവേഷൻ കുറച്ചൊരു ലോവർ ലെവലിലാണ്. അതുകൊണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കുകൾ ഇപ്പോഴത്തെ നിലയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഒരു റിസൾട്ട് സീസണിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൽ വളരെ മോശം റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് NTPC ആയിരുന്നു. മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ NTPCയുടെ റിസൾട്ടിന് കഴിഞ്ഞില്ല. അതേസമയത്ത് HDFC വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു റിസൾട്ട് തന്നെ, മാർക്കറ്റിൻ്റെ പ്രതീക്ഷ നിലനിർത്താൻ HDFCയുടെ റിസൾട്ടിന് കഴിഞ്ഞു. ദെൻ IDFC ആണ്. വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ടാണ് IDFC അനൗൺസ് ചെയ്ത്. അതിൻ്റെ റിഫ്ലക്ഷൻ ആ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഒരു ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിരുന്നു. മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള റിസൾട്ടാണ് അനൗൺസ് ചെയ്തത്. അതുപോലെ തന്നെ സിപ്ല വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. കാനറ ബാങ്ക് ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല. എന്നാൽ മാർക്കറ്റിൻ്റെ പ്രതീക്ഷ നിലനിർത്താൻ കാനറ ബാങ്കിൻ്റെ റിസൾട്ടിന് കഴിഞ്ഞു. റിസൾട്ട് വന്നതോടുകൂടി മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള സ്റ്റോക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ റിസൾട്ട് ഓവറോൾ റിസൾട്ടുകളെല്ലാം തന്നെ പോസിറ്റീവ് റിസൾട്ടുകളായിരുന്നു. നെക്സ്റ്റ് വീക്ക് മേജർ റിസൾട്ട് വരാനിരിക്കുന്നു. അശോക് ലൈലാൻഡ് റിസൾട്ട് വരാനിരിക്കുന്നു. L&T JSW Steel. ദെൻ 18th മേജർ റിസൾട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസൾട്ട് വരുന്നതാണ്. നെക്സ്റ്റ് വീക്ക് മേജർ റിസൾട്ട് വരാനിരിക്കുന്നത്. ആ റിസൾട്ടുകളെക്കുറിച്ച് വളരെ നന്നായി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇനിയും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേള.
ഓഹരി നിക്ഷേപകരുടെ ഇമെയിൽ നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നജീബിൻ്റെ ലെറ്ററാണ്. ഇതിൽ ആദ്യമായി അദ്ദേഹം BHELനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. BH ഫണ്ടമെൻ്റലി സൗണ്ടാണ്, ഇപ്പോഴത്തെ നിലയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണോ എന്നുള്ളതാണ്. വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടു. ഇപ്പോഴത്തെ നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടെ തന്നെ കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് കുറച്ചുകൂടെ കറക്ഷനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് BHEL എനിക്കൊന്ന് ഒന്നുകൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം, പലപ്പോഴും മാർക്കറ്റ് വാച്ച് ബൈ റെക്കമെൻഡേഷൻസ് സപ്പോർട്ട് സോൺ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ളൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ എൻട്രി ചെയ്യാവുന്ന ലെവലുകളാണ് പലപ്പോഴും പരിഗണിക്കുന്നത്. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ഒരു എൻട്രി അഡ്വൈസബിൾ ആണ് താനും. അങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ 1-2 സ്റ്റേജ് ആയിട്ടുള്ള ഒരു എൻട്രി നടത്തുമ്പോൾ വീണ്ടും ഒരു പുൾ ബാക്ക് ലഭിക്കുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴത്തെ BHEL ടെക്നിക്കലി ഒരു നെഗറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. 208,198 സേഫായിട്ട് ഒരു 200 ലെവൽ തീർച്ചയായിട്ടും BHEL ഒരു എൻട്രി ലെവലാണ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. വളരെ ഷാർപ്പായിട്ടുള്ള എനിക്ക് തോന്നുന്നു 2 മാസം കൊണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടു. ഇപ്പോൾ ഒരു ഫെയർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ടെക്നിക്കലി കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബിലോ 200 BHEL സേഫായിട്ടുള്ളൊരു എൻട്രി തന്നെയാണ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് ഫിയറാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമ്മളുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ലോവർ ലെവലിൽ പോകുന്നതോറും അവർക്ക് വളരെയധികം ഭയം. കാരണം അതുകൊണ്ടാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാത്തത്. ഒരിക്കലും ഏറ്റവും ലോവർ ലെവൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്ന് നമുക്ക് സാധിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുക. അതുപോലെ തന്നെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ അതിൻ്റെ റിസൾട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുക. അതല്ലാതെ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തരുത്. കാരണം ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ന്യൂസുകൾ, ഇപ്പോൾ ഫ്രഞ്ച് ഇലക്ഷൻ പോലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനികളെ എഫക്റ്റ് ചെയ്യുന്നൊരു സ്ഥിതിയാണ്. ഇതൊന്നും നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബാലൻസ് ഫണ്ട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിൻ്റെ വാല്യുവേഷനാണ് നമ്മൾ പലപ്പോഴും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ്, കമ്പനിയുടെ പ്രൊഡക്റ്റ്, അതിൻ്റെ വാല്യുവേഷൻ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പരിഗണിക്കേണ്ടത്. ഇതിൽ BHEL ഇപ്പോൾ ഒരു ഫെയർ വാല്യൂയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ബിലോ 200 സേഫായിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ്. 235 ആണ് ടെക്നിക്കലി സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ്. അതൊരു മേജർ റെസിസ്റ്റൻസ് അല്ല. മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ലോവറിൽ 200 ലെവൽ എൻട്രി ചെയ്ത നിക്ഷേപകർക്ക് 235 ലെവൽ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ എക്സിറ്റ് ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. പല സ്റ്റോക്കുകളും നമ്മൾക്കറിയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിലയൻസ്, L&T പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ വളരെയധികം ലോവർ ലെവൽ വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള പുൾ ബാക്ക് ലഭിച്ചു കഴിഞ്ഞ 3 മാസം കൊണ്ട്. ഇപ്പോൾ 1000 ലെവലിലേക്ക് വന്ന L&T ആയിരുന്നു ഒരു അവസരത്തിൽ 1500 ലെവൽ വരെ മൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും ആ സ്റ്റോക്ക് കറക്ഷൻ നേരിട്ടു. അപ്പോൾ ഒരു സമയത്ത് കണ്ടിന്യൂസ് ബൈയിങ് സൈഡിൽ നിൽക്കുക, ദെൻ സെല്ലിംഗ് സൈഡിൽ നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ലത്. ഒരിക്കലും ഒരു സ്റ്റോക്കിൽ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഹോൾഡ് ചെയ്യുക, അതല്ലെങ്കിൽ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു ബൈയിങ് നടത്തുകയോ ചെയ്യരുത്. എപ്പോഴും സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ അഡ്വൈസബിൾ ആയിട്ടുള്ളത്. ഇതിൽ ദേന ബാങ്കാണ്. ദേന ബാങ്ക് 81 and 73 ബാങ്കിങ് സ്റ്റോക്കിലെല്ലാം തന്നെ ഒരു ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് ബാങ്കിങ് സ്റ്റോക്കുകൾ പോകാനുള്ള സാധ്യതയുണ്ട്. 81 and 73 സേഫായിട്ടുള്ള 2 എൻട്രി ലെവലാണ്. ഇതിൽ പലപ്പോഴും ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ ഫസ്റ്റ് സപ്പോർട്ടിൽ ഒരു മൈനർ സപ്പോർട്ട് സോണാണ്. ഇപ്പോൾ 81 എന്ന് പറയുന്നത് ദേന ബാങ്കിൻ്റെ ഒരു മൈനർ സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ വളരെ ക്ലോസ് ചെയ്ത് വാച്ച് ചെയ്യുക. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഒരു സമയത്ത് ബൈ ഇനിഷ്യേറ്റ് ചെയ്യരുത്. ദെൻ സെക്കൻഡ് സപ്പോർട്ട് ലെവലിന് അടുത്തേക്ക് വരുന്നതോറും അതൊരു സേഫ് എൻട്രി സോൺ തന്നെയാണ്. ആ ഒരു ലെവൽ തീർച്ചയായിട്ടും എൻട്രി നടത്താം നമ്മൾക്ക്. 92 ആണ് ദേന ബാങ്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്കാണ്. 780 and 750 ആണ് ഇപ്പോഴത്തെ ടെക്നിക്കൽ ചാർട്ട് പ്രകാരം ഒരു ബൈയിങ് ഇനീഷ്യേറ്റ് ചെയ്യാവുന്നത്. 780 ഇപ്പോഴത്തെ നിലയിൽ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പോലും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 780 വീണ്ടും മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നേരിടുകയാണെങ്കിൽ 750 ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ 860 ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. 860 ഒരു മൈനർ റെസിസ്റ്റൻസ് പോയിൻ്റാണ്. ഒരു ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് വീണ്ടും ഒരു റിക്കവറി ലഭിക്കുകയാണെങ്കിൽ 860 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. ദെൻ L&T ആണ്. 1100 ലെവൽ ഒരു സേഫ് എൻട്രി ലെവൽ ആണ് ഫസ്റ്റ്. ദെൻ 1050 ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 1050 to 1000. ഒരു മേജർ കറക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ ഈ സെക്ടറിലൊക്കെ തന്നെ എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിംഗ് ഒക്കെ കുറയുന്നതുകൊണ്ട് L&T കുറച്ചുകൂടെ ലോവർ ലെവൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1050 to 1000 എന്ന് പറയുന്നത് സേഫ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ് L&T. 1215 ആണ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ BHEL, ദേന ബാങ്ക്, അതുപോലെ തന്നെ ICICI ബാങ്ക്, L&T ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കും ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ ലോവർ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സെക്കൻഡ് സപ്പോർട്ട് ലെവൽ സേഫ് ആയിട്ടുള്ള എൻട്രി ലെവലാണ്. ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ആ ഒരു ലെവലിൽ മാർക്കറ്റിൽ ഒരു പുൾ ബാക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലെവൽ ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ വീണ്ടും മാർക്കറ്റ് നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാം. എന്ത് തന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ മൂവ് ചെയ്യുന്നത്.
മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത ദുബായിൽ നിന്ന് രാജേന്ദ്രൻ്റെ ലെറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ വറി എന്ന് പറയുന്നത് സിൻടെക്സ്, മണപ്പുറം, ഈ രണ്ട് സ്റ്റോക്കിനെ കുറിച്ച് അദ്ദേഹം വളരെ വറീഡാണ്. ഈ രണ്ട് സ്റ്റോക്കുകൾ, സിൻടെക്സ് ഫണ്ടമെൻ്റലി സൗണ്ട് തന്നെയാണ്, ഇപ്പോഴത്തെ നിലയിൽ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. മണപ്പുറം ഫിനാൻസിൽ റീസെൻ്റായിട്ട് RBIയുടെ കുറേയധികം റൂൾസ്, റെഗുലേഷൻസ് ഈ കമ്പനിയെ ചെറിയ രീതിയിലെങ്കിലും ഒരു സെല്ലിംഗ് മോഡിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി സംബന്ധിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് വീക്ക് കമ്പനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ വളരെയധികം ലോവർ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് ഈ സ്റ്റോക്ക് ഇപ്പോഴത്തെ നിലയിൽ ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോഴും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കേരളത്തിൽ എസ്പെഷ്യലി വളരെയധികം ആളുകൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് രണ്ട് സിൻടെക്സ് അതുപോലെ തന്നെ മണപ്പുറം ഫിനാൻസ് ഇപ്പോഴത്തെ നിലയിൽ ഹോൾഡ് ചെയ്യുക. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ തീർച്ചയായിട്ടും മണപ്പുറം ഫിനാൻസ് സേഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം വാല്യുവേഷൻ വളരെയധികം ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്കറിയാം വളരെയധികം ഹയർ ലെവലിലാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് അതിൻ്റെ റിസൾട്ടിലോ അല്ലെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന RBIയുടെ ചില റൂൾസ് ഈ കമ്പനിയെ ചെറിയ രീതി അല്ലെങ്കിൽ ഗോൾഡ് ലോൺ കമ്പനികളെല്ലാം ചെറിയ രീതിയെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത്. ഇതിൽ ആദ്യമായിട്ട് സിൻടെക്സ് ആണ്. 54 and 48 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 65 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആപ്ടെക് ആണ്. ആപ്ടെക് 68 and 60. ആപ്ടെക് ഇപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. അദ്ദേഹം ആപ്ടെക്കിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. ആപ്ടെക് 60 ലെവൽ, അഗൈൻ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചു. 60 ലെവലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഇതേ ഒന്നുകൂടി ആവറേജ് ചെയ്യുക. 80 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എസ്കോർട്സ് ആണ്. 60 and 56. 56 ലെവൽ തീർച്ചയായിട്ടും ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഇദ്ദേഹത്തിന് ഈ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യാവുന്നതാണ്. 73 ആണ് സ്റ്റോക്കിൽ എസ്കോർട്സിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മണപ്പുറം ഫിനാൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തൊരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 17 ആണ്. 17 ലെവൽ വരുമ്പോൾ ഹയർ ലെവൽ എൻട്രി ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മുടെ ആവറേജ് പ്രൈസ് ലോവർ ലെവലിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഇപ്പോഴത്തെ നിലയിൽ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. വീണ്ടും ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒന്നുകൂടി ആവറേജ് ചെയ്യുക. 30 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന, മണപ്പുറത്തിൽ വരാവുന്ന 30 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ് ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ദെൻ ഹിൻഡാൽക്കോ ആണ്. 106.99 ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 99 സേഫ് ആയിട്ടുള്ളൊരു എൻട്രി തന്നെയാണ്. 125 ഒരു ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലാണ് എസ്കോർട്സിൽ. ദെൻ ജെയിൻ ഇറിഗേഷനാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ മേഖലയിലാണ് പ്രധാനമായിട്ട് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റലി സ്റ്റോക്ക് വളരെ സൗണ്ടാണ്. 70 and 64 ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപത്തിന് പരിഗണിക്കാം. 85 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് വീക്ക് കൊടുത്ത രീതിയിൽ 2300 ലെവലിലേക്ക് സ്റ്റോക്ക് ബിലോ മൂവ് ചെയ്തിരിക്കുന്നു. 2200, 2090 ടെക്നിക്കലി രണ്ട് സപ്പോർട്ട് സോണാണ്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ നിലയിൽ ബൈ അഡ്വൈസബിൾ ആണ്. 2448 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ NCC ആണ്. 33 and 33. നാഗാർജുന കൺസ്ട്രക്ഷൻ കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ലെവൽ 30 ലെവലിലേക്ക് സ്റ്റോക്ക് വരികയാണെങ്കിൽ കറണ്ട് ലെവൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. 30 ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ഒരു ലെവൽ എൻട്രി അഡ്വൈസബിൾ ആണ്. 40 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 1-2 സ്റ്റോക്കുകൾ മാത്രമേ ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ലാത്തതുള്ളൂ. പക്ഷേ ആ സ്റ്റോക്കൊക്കെ തന്നെ വാല്യുവേഷൻ ഇപ്പോഴത്തെ നിലയിൽ ഒരു ഫെയർ വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വാല്യുവേഷൻ ലോവർ ലെവലിലേക്ക് പല സ്റ്റോക്കുകളും വളരെയധികം വാല്യുവേഷൻ വളരെ ലോവർ ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്തൊരു മേജർ സെക്ടറായിട്ട് പരിഗണിക്കാവുന്ന ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്നത് ഓട്ടോമൊബൈൽ സെക്ടർ വാല്യുവേഷൻ ഫെയർ വാല്യൂവിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടർ, ഈ രണ്ട് സ്റ്റോക്കുകൾ അടുത്തൊരു കറക്ഷനോട് ഒരു മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ടെക്നിക്കലി മാർക്കറ്റ് ഒരു നെക്സ്റ്റ് ഒരു ബൈയിങ് റേഞ്ച് എന്ന് പറയുന്നത് 4820 to 4900 എന്ന് പറയുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് സെക്കൻഡ് ലെവൽ എൻട്രി അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വീണ്ടും എല്ലാ സ്റ്റോക്കുകളും തന്നെ വളരെയധികം ഫെയർ വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ ഇക്കണോമിക് ന്യൂസുകൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ ഇന്ത്യൻ എക്കണോമിക് ന്യൂസുകൾ, അതിൽ പ്രധാനമായിട്ട് നെക്സ്റ്റ് വീക്ക് കുറച്ച് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാതിരിക്കുന്നു. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അശോക് ലെയ്ലാൻഡ് പോലെ, JSW സ്റ്റീൽ പോലെയുള്ള കമ്പനികളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. റിസൾട്ടുകൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. പല സ്റ്റോക്കുകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് തിരഞ്ഞെടുത്ത നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.